ബിനു പുളിക്കക്കണ്ടം ആവർത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുണ്ട്. പക്ഷേ പുറമേ അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ ഈ പാർട്ടി മാറുന്നതിന്റെ പേരിൽ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പരിഹസിക്കപ്പെട്ടിട്ടും ഒക്കെയുണ്ട്, ട്രോളുകളായിട്ടുണ്ട്. ദിയയുടെ വിദ്യാഭ്യാസ സമയങ്ങളിൽ സുഹൃത്തുക്കളിൽ നിന്നോ മറ്റോ ഒക്കെ അച്ഛൻ്റെ ഈ പാർട്ടി മാറ്റത്തിന്റെ പേരിൽ വിമർശനമോ പരിഹാസമോ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പൊളിറ്റിക്സ് ആണ് നന്നായിട്ട് അറിയാവുന്നവരും, അല്ലെങ്കിൽ ഞാൻ എക്കണോമിക്സ് ആണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പം എന്റെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളാണേലും ഏറ്റവും നന്നായിട്ട് പൊളിറ്റിക്സുമായിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ അത് പഠിക്കുന്ന സുഹൃത്തുക്കളാണ് എനിക്കുള്ളത്. അപ്പോൾ അവർക്ക് എന്നെക്കാട്ടി നന്നായിട്ട് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് അറിയാം ഇതൊക്കെ പൊളിറ്റിക്സിൽ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരിക്കലും പൊളിറ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഒരിക്കലും ഒരു സുഹൃത്തിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒബ്വിയസ്ലി ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ എപ്പോഴും ക്രിറ്റിസിസം വരും. അത് വി ഷുഡ് ബി ഓപ്പൺ ടു ക്രിറ്റിസിസം. പിന്നെ ബേസ്ലെസ് ആയിട്ടുള്ള കുറെ എന്താ പറയുന്ന അക്യൂസേഷൻസ്, ജസ്റ്റ് അക്യൂസേഷൻസ്. അത് കൂടുതൽ അതിനൊരു വില കൽപ്പിച്ച് നമ്മൾ അതിന് പ്രസക്തി കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതിന് ആ ഒരു പ്രസക്തി കൊടുക്കാറില്ല. ഒരു ട്രോളിനെ ജസ്റ്റ് ഒരു അത് വായിച്ചു, അത് കണ്ടു എന്ന് കഴിഞ്ഞുള്ളൊരു ഇതേ ഉള്ളൂ. അതിന് ഒത്തിരി അർത്ഥം കൊടുക്കാൻ ഞാൻ പോകാറില്ല.